നമസ്തേ, രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ഞാൻ ദൃശ്യ ഉത്തമൻ. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മ്യാൻമർ നഗരത്തെ കുലുക്കി ഭൂചലനം. 100-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 7.7, 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഭൂചലനത്തിന്റെ ആഘാതം അനുഭവപ്പെട്ട മേഘാലയം, തായ്ലൻഡിലെ ബാങ്കോക്ക്. ജമ്മു കാശ്മീരിൽ കത്വയിൽ കനത്ത ഏറ്റുമുട്ടൽ. അതിർത്തി കടന്നെത്തിയ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. വേതന വർധന 2 മുതൽ 7% വരെ. ഹരിയാനയിലും പഞ്ചാബിലും വേതനം 400 രൂപയിലേക്ക്. പുതുക്കിയ വേതനം ഏപ്രിൽ 1 മുതൽ. ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഇസ്ലാമിസ്റ്റുകൾ. മാൽഡയിൽ കടകളും വാഹനങ്ങളും തകർത്തു. കേന്ദ്ര സായുധ സേനകളെ വിന്യസിക്കണമെന്ന് പ്രതിപക്ഷം. അമേരിക്കയുമായി നിലനിന്ന ബന്ധം അവസാനിപ്പിച്ചതായി കാനഡ. ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള US തീരുമാനം സാമ്പത്തികമായി ഉലയ്ക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന വാദത്തെ പൊളിച്ചടുക്കി കേന്ദ്ര ധനമന്ത്രി. UPA ഭരണത്തെക്കാൾ 239% കൂടുതൽ ധനസഹായം മോദി സർക്കാർ അനുവദിച്ചെന്ന കണക്കുകൾ നിരത്തി ഡോക്ടർ നിർമ്മല സീതാരാമൻ. IPL-ൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ചെന്നൈയും ബാംഗ്ലൂരും നേർക്കുനേർ. മത്സരം അല്പസമയത്തിനുള്ളിൽ. മ്യാൻമർ നഗരത്തെ കുലുക്കി ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7, 6.4 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 100-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. മോണിവ നഗരത്തിന് ഏകദേശം 50 കിലോമീറ്റർ കിഴക്കായി മധ്യ മ്യാൻമാറിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിന്റെ ആഘാതം മേഘാലയയിലും തായ്ലൻഡിലെ ബാങ്കോക്കിലും അനുഭവപ്പെട്ടു. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 100-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 100-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, മ്യാൻമാറിലെ സായഗിങ് നഗരത്തിന് 16 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഉച്ചയ്ക്ക് 12:50 ആദ്യ ഭൂമികുലുക്കമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനത്തിന് പിന്നാലെ 6.4 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനമുണ്ടായി. ഈ ഭൂചലനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. തായ്ലാന്റിലും അതേപോലെ തന്നെ അയൽ രാജ്യമായ മറ്റ് ചൈന അടക്കമുള്ള മേഖലകളിലും ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനമുണ്ടായി എന്നുള്ളതാണ്. തായ്ലാന്റിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണ് ഇപ്പോഴും തൊഴിലാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷിക്കുവാനുള്ള നടപടികളിലേക്ക് തായ്ലാന്റ് സർക്കാർ കടന്നിരിക്കുകയാണ്. മ്യാൻമാറിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. ഏതാണ്ട് 100-ലധികം പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴും അവിടെ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നതിനുള്ളിൽ നിന്നും അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം മ്യാൻമാറിനും തായ്ലൻഡിനും ഭാരതം എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം തായ്ലാന്റിലെയും അതേപോലെ തന്നെ മ്യാൻമാറിലെയും ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏത് സഹായത്തിനും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഭാരതം വ്യക്തമാക്കിയത്. രാവിലെ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഭൂകമ്പം, അതായത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് മ്യാൻമാറിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. നിരവധി പാലങ്ങൾ തകർന്നിട്ടുണ്ട്. നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മണ്ടേല അടക്കമുള്ള പ്രദേശത്ത്, മ്യാൻമാറിലെ
കേരളത്തിലെ മണ്ഡല സിറ്റി അടക്കമുള്ള പ്രദേശത്താണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെയാണ് ഇപ്പോഴും ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നതായും അതേപോലെ തന്നെ നിരവധി മൃതദേഹങ്ങൾ കെട്ടിടങ്ങൾക്കടിയിൽ ഉണ്ടെന്നും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിൽ കത്വയിൽ കനത്ത ഏറ്റുമുട്ടൽ. അതിർത്തി കടന്നെത്തിയ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചെന്നും മേഖലയിൽ പരിശോധന തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. അതേസമയം കശ്മീരിൽ ഹുറിയത്ത് കോൺഫറൻസിൽ 2 സംഘടനകൾ കൂടി വിഘടനവാദ പ്രവർത്തനം അവസാനിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജമ്മു കശ്മീരിൽ കത്വയിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭീകരരും തമ്മിലുണ്ടായത്. ഭീകരർ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. കത്വയിൽ സന്യാൻ വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. നുഴഞ്ഞുകയറിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. 4 ഭീകരർ കൂടി വനത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സൈന്യത്തിന്റെ റിപ്പോർട്ട്. കത്വയിൽ നിയന്ത്രണ രേഖയിൽ വൻ ആയുധശേഖരവുമായി ഭീകരർ നുഴഞ്ഞുകയറിയത് കണ്ടെത്തിയതിനാൽ കഴിഞ്ഞ 5 ദിവസമായി സൈന്യം പരിശോധന നടത്തി വരികയാണ്. അതേസമയം ഏറ്റുമുട്ടലിൽ ജമ്മു കശ്മീർ പോലീസിലെ 4 ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ഡിവൈഎസ്പി ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർ പരിക്കേറ്റ് ചികിത്സയിലാണ്. മേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തി പരിശോധന തുടരുകയാണ്. അതേസമയം കശ്മീർ താഴ്വരയിൽ ഹുറിയത്ത് കോൺഫറൻസിലെ 2 സംഘടനകൾ കൂടി വിഘടനവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സമാധാന നീക്കത്തിനൊപ്പം നിന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തെഹരീക്ക് ഇസ്തേക്ലാൽ, തെഹരീക്ക് ഇസ്തിഖാമത്ത് സംഘടനകളാണ് വിഘടനവാദം ഉപേക്ഷിച്ചത്. ജനം, ഡൽഹി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ ഉയർത്തി. 2 മുതൽ 7% വരെയാണ് വേതന വർധന. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ വേതനം നിലവിൽ വരും. ഹരിയാനയിലാണ് ഏറ്റവും ഉയർന്ന തുകയായ 400 രൂപ നൽകുന്നത്. ബംഗാളിൽ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. മാൽഡയിൽ ഹിന്ദുക്കളുടെ കടകൾ പൂർണ്ണമായും തകർത്ത ആക്രമികൾ തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും നശിപ്പിച്ചു. കേന്ദ്ര സായുധ സേനകളെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗവർണർ CV ആനന്ദബോസിന് കത്ത് നൽകി. മാൾഡ ജില്ലയിലെ മോത്തബാരി മേഖലയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ടത്. സംഘടിച്ചെത്തിയ മതമൗലികവാദികൾ ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞുപിടിച്ചാക്രമിച്ചു. തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തകർത്തു. ഹിന്ദു വംശഹത്യയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വ്യക്തമാക്കി. मालदा का मोथाबाड़ी में चुन चुन के हिंदू दुकान के ऊपर, शॉप के ऊपर, अब आप पता कर लीजिए क्या हो रहा है. हिंदू के ऊपर आक्रमण चल रहा है. 1 बजे से चल रहा है. हालत बहुत नाजुक है. അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പോലീസ് വേട്ടക്കാർക്കൊപ്പമാണെന്നും ക്രമസമാധാനം തകർന്നതായും BJP ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് ജിഹാദികളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെട്ട് അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം ഉൾപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഗവർണർ CV ആനന്ദബോസിന് കത്ത് നൽകി. അക്രമികൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി BJP നേതാക്കൾ രംഗത്തെത്തി. ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന വംശഹത്യക്കെതിരെ പ്രതിഷേധങ്ങളും ഉയരുന്നു. UK സന്ദർശനത്തിനുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നേരെ ലണ്ടനിലെ കെല്ലോങ് കോളേജിൽ വെച്ച് ഹിന്ദു സംഘടനകൾ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു. ജനം, ഡൽഹി. കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന വാദം കണക്കുകൾ നിരത്തി പൊളിച്ചടുക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകി. UPA ഭരണത്തിനേക്കാൾ 239% കൂടുതൽ ധനസഹായം മോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ വിവേചനം എന്ന ആരോപണം തെറ്റാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ധനസഹായം നൽകുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കണക്കുകൾ സഹിതം രാജ്യസഭയിൽ മറുപടി നൽകിയത്. മോദി സർക്കാർ അധികാരത്തിലേറിയ 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപ കേരളത്തിന് അനുവദിച്ചു. മൻമോഹൻ സിംഗ് ഭരണകാലത്ത് 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കിട്ടിയത് 46,300 കോടി രൂപ മാത്രമാണ്. 239% വർധനവ് ധനസഹായത്തിൽ കേന്ദ്രം വരുത്തി. കൊറോണ കാലത്ത് പലിശരഹിത വായ്പയായി 2,715 കോടി രൂപ കേരളത്തിന് നൽകി. 50 വർഷത്തേക്കാണ് പലിശരഹിത വായ്പ നൽകിയതെന്നും മോദി സർക്കാരിന്റെ കാലത്ത് ലഭിക്കുന്നത് പോലെ കേരളത്തിന് മുൻപ് സഹായം ലഭിച്ചിരുന്നില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. Kerala has received
1.57 lakh crores in 2014 to 24, the current reference period, which is an increase of 239% over the UPA period. How much did they receive during 2004 to 14, sir? 46,300 crores. What are they receiving now? 1.57 lakh crores. Kerala is being differentiated, discriminated. Please, we follow what the recommendation of the Finance Commission is, and that is what is going to you all. ഗ്രാന്റ് അനുവദിക്കുന്നതിലും വലിയ വർധനവ് വരുത്തിയിട്ടുണ്ടെന്നും എന്നിട്ടും കേരളത്തിനോട് വിവേചനം കാണിക്കുന്നുവെന്ന വാദം ശരിയല്ലെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കേരളത്തിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും കേന്ദ്ര സർക്കാരിന് ജനങ്ങൾ ഒരുപോലെയാണെന്നും വയനാട് ദുരന്ത സമയത്ത് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. അമേരിക്കയുമായുള്ള സൗഹൃദം എന്നേക്കുമായി അവസാനിപ്പിച്ചെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. സൈനിക സുരക്ഷാ രംഗങ്ങളിലെ സഹകരണവും അവസാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 28-ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മാർക്ക് കാർണിയുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക വിരുദ്ധ വികാരം സൃഷ്ടിക്കുകയാണ് മാർക്ക് കാർണിയുടെ ലക്ഷ്യം. ക്യാബിനറ്റ് മീറ്റിംഗിന് തൊട്ടു പിന്നാലെയാണ് മാർക്ക് കാർണി നിലപാടുകൾ വ്യക്തമാക്കിയത്. അമേരിക്കയുമായി കാലങ്ങളായി നിലനിന്ന ബന്ധം അവസാനിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. സൈനിക സാമ്പത്തിക രംഗത്തെ ആഴത്തിലുള്ള ബന്ധവും സൈനിക സുരക്ഷാ തലങ്ങളിലെ സഹകരണവും അവസാനിച്ചു. കാനഡയുടെ സാമ്പത്തിക രംഗം പുനരാവിഷ്കരിക്കേണ്ട സാഹചര്യമാണെന്നും മാർക്ക് കാർണി കൂട്ടിച്ചേർത്തു. Our biggest challenge as a country is becoming the most urgent. Over the coming weeks, months and years, we must fundamentally reimagine our economy. We will need to ensure that Canada can succeed in a drastically different world. The old relationship we had with the United States, based on deepening integration of our economies and tight security and military cooperations, is over. What exactly the United States does next is unclear. But what is clear is that we as Canadians have agency. കാറുകൾക്കും കാർ പാർട്സിനും നികുതി ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തീരുമാനം കാനഡയെ സാമ്പത്തികമായി ഉലയ്ക്കും. വലിയ പ്രതിസന്ധിയിൽ നിന്നും കാനഡയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പുനർനിർമ്മിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലിബറൽ പാർട്ടി നേതാവ് കൂടിയായ മാർക്ക് കാർണി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് നിർണായക പ്രഖ്യാപനം നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കള്ളനോട്ടുമായി പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് അലൈപ്പോ സ്വദേശി സലിം മണ്ഡൽ 18 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യങ്ങൾ സമ്മതിച്ചത്. ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത്. പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിച്ചിരുന്നു. ഇത് ഉപയോഗിച്ചാണ് പ്രതി ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത്. പെരുമ്പാവൂരിൽ താമസമാക്കി മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചിരുന്ന ആളാണ് ബംഗ്ലാദേശ് ആലൈപൂർ സ്വദേശി സലിം മണ്ഡൽ. കള്ളനോട്ടുകളുമായി കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവ മോഷ്ടിച്ച് ബംഗ്ലാദേശിൽ വിൽപ്പന നടത്തുകയായിരുന്നു സലിം മണ്ഡൽ. ബംഗ്ലാദേശിൽ നിന്ന് മടങ്ങുമ്പോൾ ഇയാൾ കള്ളനോട്ടുകളും കൊണ്ടുവന്നിരുന്നു. മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോണിന് 40,000 രൂപ വരെ പ്രതിക്ക് ലഭിച്ചിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും 17,500 കള്ളനോട്ടുകളാണ് റൂറൽ ജില്ലാ പോലീസും ആലപ്പുഴ റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തത്. ഇയാളുടെ കസ്റ്റഡിയിൽ നിന്ന് ഏകദേശം 17,500 രൂപീസുള്ള ഫേക്ക് കറൻസി കിട്ടിയിരുന്നു. ഇത് ലോ ക്വാളിറ്റി ആണ്. പക്ഷേ പ്രിന്റിംഗ് പേപ്പർ ആൻഡ് ഇങ്ക് ഇതിന്റെ കുറച്ച് തെളിവ് ഇയാളുടെ കസ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടി. ബാക്കിയെല്ലാം ചോദ്യം നടത്തുന്നുണ്ടോ. നോട്ടടിക്കുന്ന പേപ്പറും മഷിയും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 50ഓളം മൊബൈൽ ഫോണുകൾ ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത്. അവിടെ നിന്ന് ബംഗ്ലാദേശിൽ അച്ചടിക്കുന്ന വ്യാജ നോട്ടുമായി ഇന്ത്യയിലെത്തും. പെരുമ്പാവൂർ ഭാഗത്ത് വിവിധ കേസുകളിൽ പിടിയിലാകുന്ന വിവിധ ഭാഷാ തൊഴിലാളികളെ ഇയാൾ ജാമ്യത്തിലെടുത്തിട്ടുണ്ട്. സലീം മണ്ഡലിന്റെ അമ്മ റൊജീനയും ഇയാൾക്കൊപ്പം അനധികൃതമായി താമസിക്കുന്നുണ്ടായിരുന്നു. ഇവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു പീഡന കേസിൽ സലീമിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിക്ക് ഇവിടെ സഹായം ചെയ്തു നൽകിയവരും നിരീക്ഷണത്തിലാണ്. ജനം, കൊച്ചി. യുക്രൈനിൽ ഐക്യരാഷ്ട്ര സംഘടന നിയന്ത്രിക്കുന്ന സർക്കാർ വേണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ താൽക്കാലിക സർക്കാർ UN നിയന്ത്രണത്തിലായിരിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു. എന്നാൽ പുടിന്റെ ഈ നിർദ്ദേശത്തെ വൈറ്റ് ഹൗസ് തള്ളിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വ്ളാഡിമിർ പുടിൻ ഇത് സംബന്ധിച്ച് പറഞ്ഞത്?
തീർച്ചയായും യുക്രൈനിൽ ഒരു ഐക്യരാഷ്ട്രസഭ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ വേണം എന്നൊരു നിലപാടാണ്. അതായത് താൽക്കാലിക സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ, തെരഞ്ഞെടുപ്പ് നടന്ന് വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ പ്രസിഡന്റിനെ അധികാരത്തിലേറ്റുന്നതുവരെ പുതിയ സർക്കാർ അല്ലെങ്കിൽ താൽക്കാലിക സർക്കാരിനെ നിയന്ത്രിക്കേണ്ടത് UN ആണ് എന്നൊരു നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് ഇടവേളകളിൽ കൃത്യമായി നടക്കാത്തൊരു സാഹചര്യമാണ് യുക്രൈനിൽ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും അധികാരത്തിൽ തുടരുകയാണ് സെലൻസ്കി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നിലപാട് പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏറെ പ്രകോപനപരമായി പുടിൻ ഈ നിലപാട് സ്വീകരിക്കാനുള്ള കാരണമായി സൂചനകൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം പുടിന്റെ മരണത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന വളരെ വിവാദപരമായ ഒരു പ്രസ്താവന സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ താൽക്കാലിക സർക്കാരിന്റെ അല്ലെങ്കിൽ താൽക്കാലിക സംവിധാനം വേണമെന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ താൽക്കാലിക സംവിധാനം എന്ന് പറയുന്നത് തന്നെ നേരത്തെ നമുക്കറിയാവുന്നതാണ്. പുടിൻ റഷ്യയുമായുള്ള യുക്രൈന്റെ വിഷയങ്ങൾ കൃത്യമായും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് കോമ്പിറ്റന്റ് ആയ ഒരു സർക്കാർ വേണം, അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ഒരു സർക്കാർ വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ പുടിൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കാര്യപ്രാപ്തിയുള്ള ഒരു സർക്കാരിനെ നിർമ്മിക്കുന്നതിനെ അല്ലെങ്കിൽ രൂപീകരിക്കുന്നതിനെ അനിവാര്യമായത് UN നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സ്വതന്ത്ര നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം വേണമെന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും നേരത്തെ ദൃശ്യം സൂചിപ്പിച്ചതുപോലെ വൈറ്റ് ഹൗസ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസ് പറയുന്നത് യുക്രൈനിലെ തെരഞ്ഞെടുപ്പെല്ലാം തന്നെ യുക്രൈനിലെ ഭരണഘടനാ പ്രകാരം നടക്കണമെന്ന നിലപാടാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ നേരത്തെ നമുക്കറിയാവുന്നതാണ്, സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നു, നിങ്ങൾ അധികാരത്തിൽ തുടരുന്നത് വ്യക്തമായ വ്യവസ്ഥാപിതമായ സംവിധാനത്തോടെയല്ല എന്ന് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഇതിനെ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈന്റെ നിലപാട്. യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കണം, വ്യവസ്ഥാപിത സർക്കാർ ഉണ്ടാകണം. ആ വ്യവസ്ഥാപിത സർക്കാരിനുള്ള പൂർണ്ണമായ അധികാരത്തോടെയുള്ള സർക്കാരിന് മാത്രമേ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതിനെ സർക്കാരിനെ തെരഞ്ഞെടുക്കേണ്ടത് താൽക്കാലികമായി UN നിയന്ത്രിക്കുന്ന ഒരു സർക്കാരായിരിക്കണം എന്ന നിലപാടാണ് പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദൃശ്യ ഐസൻ, ഈ പുടിന്റെ ഇത്തരത്തിലുള്ള ഈ നിലപാടിനോട് മറ്റ് ലോക നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് അമേരിക്കയാണ്. നമുക്കറിയാവുന്നതാണ്, സൗദി അറേബ്യയിൽ തുടർച്ചയായി ചർച്ചകൾ നടക്കുകയും 12-ലേറെ മണിക്കൂറുകൾ ഒറ്റ ദിവസം തന്നെ ചർച്ച നീളുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് കരിങ്കടലിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക, അതുപോലെ തന്നെ റഷ്യ യുക്രൈന്റെ വൈദ്യുത കേന്ദ്രങ്ങൾ തകർക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്ന നിലപാടുകളിലെല്ലാം തന്നെ എത്തിയത്. ഈ അമേരിക്ക ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് യുക്രൈനിലെ നിലവിലെ ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുകയും അല്ലെങ്കിൽ നിലവിൽ അവിടെ നിലനിൽക്കുന്ന റൂൾ ഓഫ് ലോ നടപ്പാവുകയും വേണമെന്നൊരു നിലപാടാണ് യുക്രൈനിൽ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കൃത്യമായ പിന്തുണയുമായി യുക്രൈനെ ഒപ്പം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ നിലപാടുകളാണ് ഇനി ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടി വരിക. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പിന്തുണ യുക്രൈന് നൽകുകയും റഷ്യയുടെ നിലപാടുകളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത ചരിത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് ഈ 26 യൂറോപ്യൻ രാജ്യങ്ങളും നിലവിൽ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. അതിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ബ്രിട്ടൻ വളരെ ശക്തമായ ഒരു എതിർപ്പ് തന്നെ നിലപാട് ആയി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഏറെ നിർണായകമാണ്. ആ നിലപാടുകൾ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ നിലപാട് ഏറെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. യുക്രൈനിലെ നിലവിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വേണം തെരഞ്ഞെടുപ്പ് നടക്കാൻ. അത് UN-ന്റെ താൽക്കാലിക സംവിധാനമാകരുത് എന്ന നിലപാടാണ്. നേരത്തെ നമുക്കറിയാം UN-ന്റെ പ്രവർത്തനം സംബന്ധിച്ചും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലുള്ള UN അനുബന്ധ സംഘടനകളുടെ ഫണ്ടിംഗ് സംബന്ധിച്ചും എല്ലാം തന്നെ തീർത്തും എതിർപ്പുള്ള ഒരു അഭിപ്രായമാണ് അമേരിക്കയ്ക്കുള്ളത്. UN-ന്റെ കാലഹരണപ്പെട്ട UN-നെ അംഗീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തത്വത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തതിന്റെ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ആ ഭരണഘടനാ സംവിധാനങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നൊരു നിലപാട് അമേരിക്ക പറഞ്ഞു എന്നതാണ് ഏറ്റവും ഗൗരവമായ ഒരു വിഷയം. മാത്രമല്ല, അമേരിക്ക ഈ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതായത് യുക്രൈൻ റഷ്യ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. കൃത്യമായ നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തുർക്കി പ്രസിഡന്റ് തായിബ് എർദോഗനെതിരായ പ്രതിഷേധം കലാപത്തിലേക്ക് നീങ്ങിയതോടെ തുർക്കിയിൽ 2000-ലേറെ പേർ അറസ്റ്റിലായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തായിബ് എർദോഗന്റെ എതിരാളിയായ ഇസ്താംബുൾ മേയർ ഐക്രോം ഇമാമോഗ്ലുവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അഴിമതി ആരോപിച്ചാണ് റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി നേതാവ് കൂടിയായ ഇമാമോഗ്ലുവിനെ അറസ്റ്റ് ചെയ്തത്. BBC ലേഖകൻ ഉൾപ്പെടെ 11 മാധ്യമ പ്രവർത്തകരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. മാർച്ച് 18-നാണ് ഇസ്താംബുൾ മേയറെ അറസ്റ്റ് ചെയ്തത്.
ഐസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, കഴിഞ്ഞ 18-ാം തീയതി മുതൽ തുർക്കിയിൽ കലാപം സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരാണ് നിരവധി ദിനം പ്രതി അറസ്റ്റിലാവുന്നത്. ഇപ്പോൾ തുർക്കിയിലെ സാഹചര്യം എന്താണ്? തീർച്ചയായും തുർക്കിയിലെ സാഹചര്യം അതീവ ഗൗരവമായി തന്നെ തുടരുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പുറത്തു വരുന്ന പ്രാഥമിക വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും സുപ്രധാന വിവരം നേരത്തെ അറസ്റ്റിലായ BBC ലേഖകനെ ഡീപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 11ഓളം പേർ, ഈ BBC ലേഖകൻ ഉൾപ്പെടെ 11ഓളം മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അവരെ വീട്ടുതടങ്കലിലാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ തുർക്കിയിൽ നടന്നിരുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000-ലേറെ പേർ അറസ്റ്റിലാവുകയും ഇതിൽ നിരവധി പേരെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കുറെ പേരെ കോടതിയിൽ ഹാജരാക്കാത്ത ഒരു സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ ഒരു ഭരണകൂട നിയന്ത്രണത്തിന്റെ അല്ലെങ്കിൽ പൂർണ്ണ ഭരണകൂട നിയന്ത്രണത്തിന്റെ ഭാഗമായി ഒരു ജസ്റ്റിസ് സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന ഒരു ഭീതിജനകമായ സാഹചര്യമാണ് തുർക്കിയിൽ നിലനിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തായിബ് എർദോഗന്റെ മുഖ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ എതിരാളി കൂടിയായ എക്രൈം ഇമാമോഗ്ലുവിനെതിരാണ് ഇത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടായത്. ഈ നടപടികളുടെ അടിസ്ഥാന കാരണം ഇസ്താംബുൾ മേയറായ ഇക്രൈമിന്റെ അഴിമതി നിറഞ്ഞ ഭരണമാണ്. അതുപോലെ തന്നെ ഭീകരതയ്ക്ക് കൂട്ടുനിന്നു എന്നീ ആരോപണങ്ങളെല്ലാം നടത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിന് പിന്നാലെയാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുക അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ബലം പ്രയോഗിച്ച് അടിച്ചൊതുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം തുർക്കിയിൽ ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ, അതായത് നിലവിലെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രതിപക്ഷത്തിന് ശക്തമായൊരു സാന്നിധ്യമില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ശക്തമായൊരു റോള് ജനാധിപത്യത്തിൽ അവിടെ ഇല്ല എന്നത് തന്നെ ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ശക്തരായ ഭരണപക്ഷം അതീവ ഗൗരവമേറിയ അല്ലെങ്കിൽ അതിഭീകരമായ ഒരു നിയന്ത്രണ മുറകളിലേക്ക് തന്നെ അവിടെ നീങ്ങുന്നു. തായിബ് എർദോഗന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കമുണ്ടാകുന്നു എന്ന ഒരു അനുഭവമാണ് നേരത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ കൂടി അന്താരാഷ്ട്ര സമൂഹമൊന്നും ഇക്കാര്യത്തിൽ കാര്യമായൊരു നിലപാടുകൾ വ്യക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. തുർക്കിയിൽ ആഭ്യന്തര കലാപം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്താംബുൾ മേയറെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ നിരത്തിലിറങ്ങിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠന വിസയുമായി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി മാർക്കോ റൂബിയോ. വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത് പഠിക്കാനാണ്, കലാപം സൃഷ്ടിക്കാനും ലൈബ്രറികൾ പിടിച്ചടക്കാനും സഹപാഠികളെ ഉപദ്രവിക്കാനുമല്ല. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ലക്ഷ്യത്തോടെ അമേരിക്കയിൽ എത്തുന്നവരുടെ വിസ റദ്ദാക്കും. അക്കൂട്ടരെ നാടുകടത്തുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു. 300-ലേറെ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇക്കാരണത്താൽ റദ്ദാക്കിയിട്ടുണ്ടെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. Anywhere in the world, let me just send this message out. If you apply for a visa to enter the United States and be a student, and you tell us that the reason why you're coming to the United States is not just because you want to write op-eds, but because you want to participate in movements that are involved in doing things like vandalizing universities, harassing students, taking over buildings, creating a ruckus, we're not going to give you a visa. If you lie to us and get a visa and then enter the United States and with that visa participate in that sort of activity, we're going to take away your visa. And once you've lost your visa, you're no longer legally in the United States, and we have a right, like every country in the world has a right, to remove you from our country. So it's just that simple. I think it's crazy. I think it's stupid for any country in the world to welcome people into their country that are going to go to your universities as visitors. They're visitors. And say, I'm going to your universities to start a riot. I'm going to your universities to take over a library and harass people. I don't care what movement you're involved in. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ പൊതുപണം ദുരുപയോഗം ചെയ്തതിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 2019-ൽ സർക്കാർ പണം ഉപയോഗിച്ച് വലിയ ബാനറുകൾ സ്ഥാപിച്ചതിനെതിരെ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. മുൻ MLA ഗുലാബ് സിംഗ്, മുൻ കൗൺസിലർ നിതിക ശർമ്മ എന്നിവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അടുത്ത മാസം 18-ന് കോടതി വാദം കേൾക്കും. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസിന് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രഭാഷണത്തിന് ക്ഷണം. കേന്ദ്ര സർക്കാരിൽ അറ്റോമിക് എനർജി വകുപ്പിന്റെയും ഗവേഷണ കേന്ദ്രത്തിന്റെയും ചുമതല വഹിക്കവേ പ്രാവർത്തികമാക്കിയ നവീന ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് ഓക്സ്ഫോർഡ് ക്വാണ്ടം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച ഗവർണർ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്ന തീയതി തീരുമാനിക്കുമെന്ന് രാജ്ഭവൻ വക്താവ് അറിയിച്ചു. രാജ്യത്തിന് പൂർണ്ണമാകുന്നു. നമസ്തേ.